ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പൈസ ഉള്ളവരൊക്കെ ഒരു ആടിനെ വാങ്ങണം, പൈസ ഇല്ലാത്തൊരു കോയിനെ വാങ്ങണം. ഞാൻ പറഞ്ഞതല്ല. ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ഇത് കാണുവാൻ ഇബ്നു മാജ നീ നോക്കല. ഇബ്നു മാജന്റെ ഹദീസാണ്, ഞാൻ പറഞ്ഞതല്ല. പൈസ ഉള്ള ഒരു ആടിനെ വാങ്ങണം. ആടിനെ വാങ്ങാനുള്ള പൈസ ഉണ്ടായാൽ പോരാ, ആട്ടും കൂടി വാങ്ങാനുള്ള പൈസ ഉണ്ടായാലും പോരാ, ആരാന്റെ പറമ്പക്ക് കിടക്കാതെ നോക്കാനുള്ള പൈസയും കൂടിയും വേണം. കൂലിക്കാണെങ്കിലും കുഴപ്പമില്ല, കൂലിക്ക് ഒരാളെ വെച്ച് നോക്കാൻ പറ്റുമെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ഈ കഴിവ് എന്ന് പറയുമ്പോൾ അതൊക്കെ കഴിവ് തന്നെയാണ്. ഇപ്പോൾ പള്ളിക്ക് വന്നാണ്ട് ചിലവരിങ്ങനെ ഫർദ് നിസ്കാരം കഴിയൂലെന്ന് പറഞ്ഞാണ്ട് കസാലയിൽ ഇരിക്കണാണ്. കഴിവുള്ളവൻ ഫർദ് നിസ്കാരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം പരിശോധിച്ചാൽ കാണും, കൂലിക്ക് ഒരാളെ നിശ്ചയിച്ചിട്ട് താങ്ങി നിർത്താനുള്ള സാമ്പത്തിക ശേഷി ഒരാൾക്കുണ്ടെങ്കിൽ ഫർദ് നിസ്കാരത്തിൽ ഒരാളെ കൂലിക്ക് വെച്ചിട്ട് താങ്ങി നിർത്തിയിട്ട് നിന്നാണ് നിസ്കരിക്കേണ്ടത്. സുന്നത്ത് നിസ്കാരം ഓക്കെ, ഒരു കുഴപ്പമില്ല, കയ്യെങ്കിലും ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. സുന്നത്ത് നിസ്കാരത്തിന് കിടക്കാം, വണ്ടി നിസ്കരിക്കാം, പല വകുപ്പുണ്ട്. ഫർദ് നിസ്കാരം നിന്നിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. അപ്പൊ കഴിവുള്ളവൻ നിൽക്കുക എന്ന് പറഞ്ഞാല് കാലുമ്മ നിൽക്കാനുള്ള കഴിവ് എന്ന് മാത്രമല്ല, താങ്ങി നിർത്താനും ശമ്പളത്തിന് ഒരാളെ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതും കഴിവ് തന്നെയാണ്. ആരേ കഴിവല്ല എന്ന് പറഞ്ഞ് അതും കഴിവ് തന്നെയാണ്. പല വിഷയങ്ങളും നമ്മൾ ആലോചിക്കാച്ചുകൊണ്ട് പറ്റുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതാണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. കോയിനെ വളർത്തണം, ആടിനെ വളർത്തണമെന്ന്. ആടിനെ വളർത്തണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കോയിനെ വളർത്തണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. എല്ലാറ്റിനും നിയമം വ്യവസ്ഥയും വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈയിന്റെ വിരലിൽ ഈമ്പണം. ഈമ്പേണ്ടതിന്റെ ഒരു ക്രമമുണ്ട്. ആദ്യം ഈമ്പേണ്ടത് ചൂണ്ടുവിരലാണ്, പിന്നെ ഈ വിരലാണ് നടുവിരല്, പിന്നെ തള്ളാൻ വിരലാണ്, പിന്നെ മോതിര വിരലാണ്, പിന്നെ ചെറിയ വിരലാണ്. അങ്ങനെ ഈമ്പണ്ട്. എല്ലാറ്റിനും നിയമമുണ്ട്. നിയമമില്ലാത്തൊരു കാര്യമില്ല. ഇനിയിപ്പോ ഈ ഇരിക്കണ എല്ലാവരും കേട്ടില്ലേ, ഇന്ന് മുതൽ എല്ലാവരും അങ്ങനെ ഈമ്പണം. ഇതുവരെ അറിയായിട്ടാണ് നോക്കുക. ഇനി ഇവിടുന്നാണ്ട് അറിയാത്തോണ്ടല്ലോ. അതിന് ഈമ്പലെന്നെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. പട്ടന്മാരമായിരല്ലേ നമ്മൾ ചോറ് കഴിക്കുക. പോലെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മാപ്പിളാർ ഇതൊക്കെ എവിടുന്നാ പഠിക്കണ്ടേ?